അവകാശം പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൂപ്ഹോൾസ് ഉള്ളത് നമുക്ക് ചൂഷണം പോലെ തന്നെ. നമുക്കിപ്പോ ഒരാളെ നമുക്കിപ്പോ അറിഞ്ഞെന്താ സ്നേഹിച്ചെന്ന് വിവാഹം കഴിക്കാൻ പോലും ഇപ്പൊ 10 ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, ശരിയാണ്, വളരെ ശരിയാണ്. നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്ഹോൾസ് ഉണ്ട്. അത് അടക്കി തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ, ഇപ്പൊ ജോലി സ്ഥലത്ത്, ഇപ്പൊ രണ്ടുപേർക്ക് 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്ന ഒരു കേസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. ഒരു ഡിവോഴ്സായി. പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാവുന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പൊ ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പൊ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാൾ വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാൾ വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനെ ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും. സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ നിയമത്തിന്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിന് കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിന്റെ ഒരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ. ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ ഭാര്യയെ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്, അത്ര എളുപ്പമല്ല. നമുക്ക് പറയാം, ചുമ്മാ ഒരു പൈങ്കിളിയായിട്ട് പറയാം, അത് പെട്ടെന്ന് ഈ സിനിമ കണ്ടിട്ട് തന്നെ ഒരു തീരുമാനം മാറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഒരു മനസ്സിലൊരു തോട്ട് വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അതില് നിങ്ങൾ കൃതാർത്ഥനാണ്. ഉടൻ തന്നെ ഒരു സമൂലമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് സത്യമാണോ? അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ. ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ്, 100% സത്യമാണ്. കള്ളം ഒന്നും ഒരിടത്തുമില്ല. ജീവിതത്തിൽ സേതുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷനാണ്. ഒരു എന്റർടൈനർ ആക്കുന്നത് സിനിമ, ഡോക്യുമെന്റേഷൻ പറ്റില്ല. അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു. വിശ്വനാഥനായിരിക്കില്ല, അഡ്വക്കേറ്റ് ആയിരിക്കില്ല, അതേപോലെ എക്സാക്ട് സഹദേവനായിരിക്കില്ല സേതു. അപ്പൊ ആ വ്യത്യാസം എന്തായിരുന്നാലുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ധൈര്യസമേതം നമുക്ക് പറയാം. അസുൽക്ക, അതുപോലെ ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പൊ കരിയറിൽ ഏറ്റവും നല്ല രീതിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നല്ല നല്ല കഥാപാത്രങ്ങൾ, കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് ആസിഫിക്ക ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ നമുക്ക് എവിടെയോ കണ്ടിട്ടുള്ള, എവിടെയോ കേട്ടിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇച്ചിലൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞിടെ ഇറങ്ങിയ സർക്കിട്ട് എന്ന സിനിമയിലെ കഥാപാത്രം നല്ല റെസ്പോൺസീവ് ആണ്. പക്ഷെ തിയേറ്ററിൽ അത്രയും ആളുകൾ കയറുന്നില്ല. എപ്പോഴെങ്കിലും അങ്ങനെ